ടേം 2 ബയോളജിക്ക് വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്ന ടോപ്പിക്കുകളുടെ എല്ലാം അല്ലെങ്കിൽ ചാപ്റ്റേഴ്സുകളുടെ എല്ലാം വൺ ഷോട്ട് ക്ലാസ്സസും അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത ജോലി എന്താ? മോഡൽ ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് കരുതപ്പെടുന്ന ഒരു ചോദ്യ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ A+ എഡ്യൂക്കെയർ എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയ ചോദ്യ പേപ്പറാണ്. നമുക്കതിൻ്റെ ഉത്തരങ്ങളൊന്ന് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ, എന്തൊക്കെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും മോഡൽ ചോദ്യ പേപ്പർ നോക്കുന്നത് എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമയം കളയുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഒന്നാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ആണ്. സെലക്ട് ആൻഡ് റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു കോർട്ടിസോൾ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ കോർട്ടിസോൾ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയെന്ന് എടുത്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏതൊക്കെയാണ് അല്ലേ. നമ്മുടെ കോർട്ടിക്കോസ്റ്റീറോയിഡ്, നമ്മുടെ എന്താണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അല്ലേ, നമ്മുടെ ഈ പറയുന്ന എന്താണ് ഇന്നർ മെഡുല അല്ല, കോർട്ടക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ. അതിൽ കോർട്ടിസോളിൻ്റെ ജോലി എന്താണ്? മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്, അതതിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ ഏതാണ്? കോർട്ടിസോളിൻ്റെ ജോലിയല്ല. സപ്രസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് കോർട്ടിസോളിൻ്റെ ജോലി തന്നെയാണ്. ഹെൽപ്പ് ഇൻ ദ സോൾട്ട് ബാലൻസും അല്ല അല്ലേ, അത് മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ ജോലിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റ്. അപ്പോൾ 1ഉം 3ഉം വരുന്ന ഏതാണ്? ബി ആണ്. സോ നമ്മുടെ കറക്റ്റ് ഉത്തരം ഞാൻ ആൻസർ കീയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ PDF ഞാൻ തന്നേക്കാം. ഓക്കെ, അപ്പോൾ ബി ആണ്, 1ഉം 3ഉം ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഹോർമോണുകൾ, അതിൻ്റെ പാർട്ട്, ഫങ്ഷൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ വൺ ദാറ്റ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് ഫ്രം ദ ഗിവൺ ആൻസേഴ്സ്. അപ്പോൾ കറക്റ്റ് മാച്ചിനെ കണ്ടെത്താനാണ്. മാച്ച് ദ ഫോളോയിങ് അത് തന്നെയാണ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് മെലാറ്റോണിനാണ്. തൈമസ് ഗ്ലാൻഡിൻ്റെത് തൈമോസിനാണ് അല്ലേ. അപ്പോൾ പീനിയൽ ഗ്ലാൻഡിൻ്റെ മെലാറ്റോണിൻ, തൈമസ് ഗ്ലാൻഡിൻ്റെത് തൈമോസിൻ. അഡ്രീനൽ ഗ്ലാൻഡിൻ്റെത് നമുക്ക് ആൻഡ്രോജൻ പറയാൻ പറ്റും. ഹൈപ്പോതലാമസ് ആണ് വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ A4 വരുന്ന ഏതാണ്? ഡി മാത്രമേ ഉള്ളൂ. B1 കറക്റ്റാണ്. C3 കറക്റ്റാണ്. D2 കറക്റ്റാണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ഡി ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഡി ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ചോദ്യം, സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ് ആൻഡ് സ്മെൽ ആർ എക്സാമ്പിൾസ് ഓഫ് സ്പെഷ്യൽ സെൻസസ്. ശരിയാണ്. ദ റിസപ്റ്റേഴ്സ് ഫോർ ദീസ് സെൻസസ് ആർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ബോഡി. അത് തെറ്റാണ് അല്ലേ. നമുക്കറിയാം സ്പെഷ്യൽ സെൻസസ് എന്ന് വെച്ചാൽ പ്രത്യേക സെൻസ് ഓർഗനിൽ മാത്രം കാണുന്ന സെൻസാണ് അല്ലേ. കണ്ണിന് കാഴ്ച, മൂക്കിന് മണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷേ റീസൺ എന്താണ്? തെറ്റാണ്. അപ്പോൾ ബോത്ത് എസ് ആൻഡ് ആർ ആർ കറക്റ്റ്, അത് പറയാൻ പറ്റത്തില്ല. ബോത്ത് എസ് ആൻഡ് ആർ ആർ കറക്റ്റ് അല്ല. എസ് ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്. സി ആയിരിക്കും കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നു അല്ലേ. ഇപ്പോൾ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സോ സി ആണ് കറക്റ്റ് ഉത്തരം. കാരണം എന്താണ്? ഇത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടില്ല അല്ലേ. ജനറൽ സെൻസസിൻ്റെ ഭാഗങ്ങളാണ് എല്ലാ ബോഡി പാർട്ടിലും കാണുന്നത്. നാലാമത്തെ ചോദ്യം, സെലക്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. ടെറിട്ടോറിയൽ ഫെറമോൺസ് ടു എൻഷുവർ ഫുഡ് അവൈലബിലിറ്റി. സെലക്ട് ആൻഡ് ഇത് കറക്റ്റ് പേര് കണ്ടെത്താനാണ്. അപ്പോൾ ടെറിട്ടോറിയൽ ഫെറമോൺ എൻഷുവർ ഫുഡ് അവൈലബിലിറ്റി അല്ല. അലാറം ഫെറമോൺ എന്ന് പറയുന്ന ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ വേണ്ടിയാണ്. ട്രയൽ ഫെറമോൺ എന്ന് പറയുന്നത് പാത്ത് കണ്ടുപിടിക്കാനാണ്. സെക്സ് ഫെറമോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ബൗണ്ടറി ഓഫ് ദ ഹാബിറ്റേറ്റ് അല്ല. അപ്പോൾ ബിയും സിയും ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ബിയും സിയും ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ബിയും സിയുമാണ് കറക്റ്റ് ഉത്തരം 4ൻ്റെ. അടുത്ത 5ാമത്തെ ചോദ്യം 2 മാർക്കാണ് വരുന്നത്. പെയർ ദ വേർഡ് ഗിവൺ ഇൻ ദ ബോക്സ് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, നമുക്ക് അല്ലെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ചോദ്യ പേപ്പറിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബാറ്റിൻ്റെത് എന്താണ്? എക്കോ ലൊക്കേഷനാണ്. ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്നത് സ്നേക്കിനാണ്. ഇൻസെക്റ്റിലാണെങ്കിൽ ഒമാറ്റീനിയാണ്. യൂഗ്ലീന ഉണ്ടോ? യൂഗ്ലീനിലാണെങ്കിൽ ഐസ്പോട്ടാണ്. അപ്പോൾ അതാണ് കറക്റ്റ് പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പെയറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാറ്റിന് എക്കോ ലൊക്കേഷൻ, ഇൻസെക്റ്റിന് ഒമാറ്റീഡിയ, യൂഗ്ലീനയ്ക്ക് ഐസ്പോട്ട്, സ്നേക്കിന് ജേക്കബ്സൺസ് ഓർഗൻ. ഈ ടോപ്പിക്ക് 100% നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ചോദ്യം എന്തായാലും കാണും. 6ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. വാട്ട് ഡസ് എ ഇൻഡിക്കേറ്റ്? ഇതിൽ എ എന്താണ് കാണിക്കുന്നത്? ഇത് ഹോർമോണും റിസപ്റ്ററും ചേർന്നിട്ടുള്ള ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. ഹൗ ഈസ് ദ പാർട്ട് എ ഈസ് ഫോംഡ്? ഇത് എങ്ങനെയാണ് ഫോം ചെയ്തത്? വെൻ ദ ഹോർമോൺ റീച്ച് ദ സെൽ റിസപ്റ്റേഴ്സ് അല്ലേ. എന്ത് പറ്റും? ദ ഹോർമോൺ ആൻഡ് റിസപ്റ്റർ വിൽ കമ്പൈൻ ടു ഫോം ദ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആൻഡ് മെസ്സേജസ് ആർ ട്രാൻസ്മിറ്റഡ് ആൻഡ് ദ സെൽ വിൽ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഇറ്റ്. ഇതാണ് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കറക്റ്റ് നമ്മുടെ ഹോർമോൺ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് സെല്ലിൽ എത്തുമ്പോഴേക്കും
ഈ ഹോർമോൺ റിസപ്റ്റർ അത് ചേരുകയും, എന്നാൽ നോൺ ടാർഗറ്റ് സെല്ലിലാണെങ്കിൽ ഒരിക്കലും ഈ ഹോർമോൺ റിസപ്റ്റർ തമ്മിൽ എന്ത് ചെയ്യത്തില്ല, ചേരത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹോർമോൺ പ്രവർത്തിക്കുന്നത്. 7ാമത്തെ ചോദ്യം, ക്രോസിംഗ് ഓവർ ഈസ് ദ പ്രോസസ് ദാറ്റ് കോസസ് വേരിയേഷൻ. വാട്ട് ഈസ് ദ സ്റ്റേജ് വെൻ ദ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്? അല്ലെ, ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം അല്ലേ, എന്തുവാണ്, നമ്മുടെ മിയോസിസ് നടക്കുമ്പോൾ, റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോഴാണ് ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്നത്. ഈ പറയുന്ന ക്രോമസോമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും, എന്നിട്ട് എന്ത് പറ്റും, പുതിയ റീകോമ്പിനേഷൻ ഫോം ചെയ്യും. വാട്ട് ഈസ് ദ റോൾ ഓഫ് ക്രോസിംഗ് ഓവർ? എന്തിനാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്? ഈ പറയുന്ന ക്രോസിംഗ് ഓവർ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമുക്കറിയാം ഹെറിഡിറ്റിയും വേരിയേഷനും. ഹെറിഡിറ്റി എന്ന് വെച്ചാൽ സെയിം ക്യാരക്ടർ, വേരിയേഷൻസ് അവർ അച്ഛൻ്റെ അമ്മയുടെയും ഒരേ അച്ഛൻ്റെ അമ്മയുടെയും മക്കളിൽ 2 പേർക്ക് 2 വ്യത്യസ്തമായ ക്യാരക്ടർ ഉണ്ടാകുന്നത് ഈ പറയുന്ന ക്രോസിംഗ് ഓവറിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് വേരിയേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ് അല്ലേ. ബി പാർട്ട് ചോദിച്ചു, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ? ഏതാണത്? മ്യൂട്ടേഷൻ ആണ് അല്ലേ. കോപ്പിംഗ് നടക്കുമ്പോൾ പെയർ മാറിപ്പോകുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് പ്രോസസ്? സംഭവം മ്യൂട്ടേഷൻ ആണ്. മ്യൂട്ടേഷന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഓക്കെ, മ്യൂട്ടേഷന് പല കാരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാൽ റേഡിയേഷൻസ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽസ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്ത് പറ്റാം, മ്യൂട്ടേഷൻസ് സംഭവിക്കാം. 8, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ വൈറ്റ് ബ്ലഡ് സെൽ ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫിഗർ? ഇതെന്താണ്? ഇത് ഇസനോഫിലാണ്. ഓക്കെ, ഇതേതാണ്? ഇസനോഫിലാണ്. അപ്പോൾ പടം നോക്കിയിട്ട് മോണോസൈറ്റ്, ഇസനോഫിൽ, ബാസോഫിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ന്യൂട്രോഫിലും ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കണം. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്ന സത്യത്തിൽ ഞാനും ഒട്ടും വിചാരിച്ചിരുന്നില്ല. എന്നാലും പടം തന്നിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇസനോഫിലാണ്. ആ ടോപ്പിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളുക. വാട്ട് ഈസ് ദ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഓഫ് ദ വൈറ്റ് ബ്ലഡ് സെൽ? വാട്ട് ഈസ് ദ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഓഫ് ദിസ് വൈറ്റ് ബ്ലഡ് സെൽ? എന്തായിരിക്കും? അലർജി അല്ലെ, അലർജിയെ മാറ്റുന്നതാണ് ഇസ്നോഫിലിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്നോഫിലാണ് ന്യൂട്രലൈസസ് ദ കെമിക്കൽ റിലീസ് വെൻ ദർ ഈസ് അലർജി. അതുപോലെ തന്നെ ഡിസ്ട്രോയ് ദ പാരസൈറ്റ് ആണ് ജോലി എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, സമയം കളയാതിരിക്കാനാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് ഇനി ഞാൻ ഈ ചോദ്യ പേപ്പർ വെച്ചിട്ട് ഇനി അതിനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഓൾറെഡി 1 ഷോട്ട് വീഡിയോസ് നമ്മൾ ഫുൾ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നിട്ടല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുള്ളൂ. കംപ്ലീറ്റ് ദ ടേബിൾ. ജൈജാൻറ്റിസത്തിൻ്റെ കോസ് എന്താണ്? സൊമാറ്റോട്രോഫിൻസ് അല്ലേ. സൊമാറ്റോട്രോഫിൻസിന് പ്രൊഡക്ഷൻ കൂടുന്നതാണ് ജൈജാൻറ്റിസത്തിൻ്റെ കാരണം. എന്തായിരിക്കും? നമ്മുടെ ഹാൻഡ് ലെഗും ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. പക്ഷേ ഇത് ഗ്രോത്ത് ഫേസിലായിരിക്കണം ജൈജാൻറ്റിസ്. സി നോക്കിയേ, ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ ഇൻക്രീസസ് ആഫ്റ്റർ ദ ഗ്രോത്ത് ഫേസ് ആണെങ്കിൽ അസുഖം എന്താണ്? അത് അക്രോമെഗലിയാണ് അല്ലേ. അതെന്താണ്? അക്രോമെഗലിയാണ്. നമ്മുടെ ലോവർ ജോയും അതുപോലെ ആ ഹാൻഡും ഒക്കെ എന്താണ്, ലെങ്ത് കൂടുന്ന അവസ്ഥയാണ് ഇതിനകത്ത് വരുന്നത്. ജൈജാൻറ്റിസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓവർ സെക്രീഷൻ ഓഫ് സൊമാറ്റോട്രോഫിൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്. എക്സസീവ് ബോഡി ഗ്രോത്ത് ആണ് സിംറ്റംസ്. എന്നാൽ അക്രോമെഗലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഗ്രോത്ത് ഫേസിന് ശേഷമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എക്സസീവ് ഗ്രോത്ത് ഓഫ് ബോഡി പാർട്സ് സച്ച് എസ് പാംസ്, ഫുട്ട് ആൻഡ് ജോ ആണ് ലക്ഷണമെന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം, റൈറ്റ് ദ റീസൺ ക്രിയേറ്റ്സ് ദ സെൻസേഷൻ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, ഡാർക്ക്നെസ് എന്ന് പറയുന്ന സെൻസേഷൻ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴായിരിക്കും? നമ്മുടെ ഈ പറയുന്ന ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന അല്ലെ, പ്രൈമറി ആയിട്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഗ്ലൂട്ടാമേറ്റ് നമ്മുടെ ഫോട്ടോ റിസപ്റ്റർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഗ്ലൂട്ടാമേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബൈപോളാർ ഓഫ് സെല്ലായിരിക്കും ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ബൈപോളാർ ഓഫ് സെല്ലാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് സെൻസ് ഓഫ് ഡാർക്ക്നെസ് ആണ് തരുന്നത്. എന്നാൽ എപ്പോഴാണോ ലൈറ്റ് വരുന്നത് അപ്പോൾ ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഓൺ ബൈപോളാർ സെൽ ആക്ടിവേറ്റ് ആകും. അങ്ങനെ നമ്മൾ ലൈറ്റിനെ പെർസീവ് ചെയ്യും. അടുത്ത്, വാട്ട് ഈസ് ബൈനോക്കുലാർ ഫ്യൂഷൻ? വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ 2 വ്യത്യസ്തമായ ആംഗിളുകളിലാണ് നമ്മളെ കണ്ണുകൾ ഈ പറയുന്ന ലൈറ്റിനെ കാണുന്നതെങ്കിലും നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്നത് ഒരു അല്ലേ, 2 കണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസും ഒക്കെ ഒരുമിച്ചാണ് നമ്മുടെ റെറ്റിനയിൽ വന്ന് വീഴുന്നത്. നമ്മുടെ റെറ്റിനയിൽ പോയിട്ട് എന്ത് പറ്റും? നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ്, ബ്രെയിനിൻ്റെ വിഷ്വൽ കോർട്ടെക്സ് ഈ ഇമ്പൾസിനെ എന്ത് ചെയ്യും? പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 3D വിഷൻ തരും. ഇതിനെയാണ് ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബിഹൈൻഡ് സെൻസേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിരുന്നു. അവിടെയും ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. 11ാമത്തെ ചോദ്യം, ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ജിറാഫിൻ്റെ കഴുത്ത് നീളുന്ന കേസാണ്. ഇതും ഫസ്റ്റ് ടൈമിൽ നിന്ന് വന്ന ചോദ്യമാണ്. വാട്ട് ഈസ് ദി എവല്യൂഷണറി തിയറി? ഏതായിരിക്കും? ലാമാർക്കിസമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോൺസെപ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഒരു ഓർഗൻ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലെങ്ത് കൂടും. അത് അടുത്ത ജനറേഷനോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനുള്ളതാണ് നമ്മൾ ലാമാർക്കിസം എന്ന് പറയുന്നത് അല്ലേ. ക്യാരക്ടർ അക്വയർഡ് ബൈ ദ ഓർഗാനിസം ഡ്യൂറിങ് ദിയർ ലൈഫ് ടൈം എന്ത് പറ്റും? ഡ്യൂ ടു ദ യൂസ് ആൻഡ് ഡിസ്യൂസ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതെന്ത് പറ്റും? അടുത്ത ജനറേഷനോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കി. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ഓക്കെ, കാൽഷ്യം ഇൻ ബ്ലഡ് എന്ന് പറയുന്നത് കുറയുന്നു,
കൂടുന്നു. അപ്പോൾ എന്ത് പറ്റും? നോർമൽ കാൽഷ്യം ലെവൽ ഓഫ് ദ ബ്ലഡ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഇത് എത്രയാണ്? ഇത് 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് അല്ലേ? ചോദ്യം അത് തന്നെയാണ്. വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ദ ബ്ലഡ്? 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ ലെവൽ. റൈറ്റ് ദ ഹോർമോൺ ദാറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ എക്സ് ടു ബ്രിങ് ദ കാൽഷ്യം ലെവൽ ടു ദ നോർമൽ റേഞ്ച് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ കൂടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുവരുന്ന ആരാണ്? കാൽസിറ്റോണിനാണ്. കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിനെ കൂട്ടുന്ന ആരായിരിക്കും? അത് നമ്മുടെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പാരാതെർമോൺ എന്ത് പറ്റും? കൂട്ടും, കാൽസിറ്റോണിൻ ലെവലിനെ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ബി നോക്കാം. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ആണ് ചോദ്യം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് 3 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇവിടെ പ്രോലാക്റ്റിൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോർമോണും അതിൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ പിടികിട്ടുന്നില്ല. എങ്കിലും ഇവിടെ TSH ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ആൻറ്റീരിയർ ലോബ് ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ആൻറ്റീരിയർ ലോബ് എന്ത് പറ്റും? TSH ഉൽപ്പാദിപ്പിക്കും. അതുപോലെ എന്താണ്? ഗൊണാഡോട്രോഫിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതുപോലെ തന്നെ ഏതായിരിക്കും? അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസും എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. പ്രോലാക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിൽക്കിൻ്റെ പ്രൊഡക്ഷനാണ്. ഫംഗ്ഷൻ ഇവിടെയും ഉദ്ദേശിക്കുന്നുണ്ട്, പിടികിട്ടുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ഐഡിയ മനസ്സിലാവുന്നില്ല. ആൻസർ കീ ഇല്ല. ഇവിടെ ഒരു ഹോർമോൺ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്തായിരിക്കും? ഇത് സൊമാറ്റോട്രോഫിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ എന്തായിരിക്കും? സെൽ ഗ്രോത്ത് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ കണക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയും. 13ാമത്തെ ചോദ്യം. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് എന്തായിരിക്കും? സൗണ്ട് വേവ്സ് ആദ്യം എത്തുന്നു. സൗണ്ട് വേവ്സ് വരുന്നു. ആദ്യം നമ്മുടെ പിന്നയിലേക്ക് പോകുന്നു. അവിടുന്ന് നമ്മുടെ ഓഡിറ്ററി കനാല്, അവിടുന്ന് നമ്മുടെ ടിംബാനം, അവിടുന്ന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, അവിടുന്ന് എന്താണ്? നമ്മുടെ ഓവൽ വിൻഡോ എന്ന് ഈ പറയുന്ന പെരിലിംബ്, അതുപോലെ എൻഡോലിംബ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താണ്? നമ്മുടെ ഓർഗൻ ഓഫ് ബാസിലാർ മെമ്പറൈൻ, അത് കഴിഞ്ഞ് ഓർഗൻ ഓഫ് കോർട്ടി, അവിടെ നിന്ന് എന്ത് പറ്റും? ഈ പറയുന്ന ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ഹിയറിംഗിലോട്ട് എത്തും. ഇതാണ് ചോദ്യം, ഉത്തരം. 14. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി ഇൻഡിക്കേറ്റഡ് ബൈ ദ ഇല്ലസ്ട്രേഷൻ? ഏതാണ്? ഫാഗോസൈറ്റോസിസ് ആണ്. വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഇവിടെ എന്താണ്? ലൈസോസോമും ഉണ്ട്. ഹൗ ഡസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഹെൽപ്പ് ഇൻ ദ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ? ഫാഗോസൈറ്റോസിസ് നടത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് വെസൽസിൻ്റെ കൂടുതൽ ബ്ലഡ് വീർപ്പിച്ച് കൂടുതൽ ബ്ലഡ് എത്തിക്കുന്ന പരിപാടിയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം. ഡിഫറെൻറ്റ് RNAs ഹാവ് എ റോൾ ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ്, ജസ്റ്റിഫൈ ദ ആൻസർ. അല്ലേ? എന്തൊക്കെയുണ്ട്? tRNA, ട്രാൻസ്ഫർ RNA ഉണ്ട്, മെസ്സഞ്ചർ RNA ഉണ്ട്, റൈബോസോം RNA ഉണ്ട്. 3ന്റെ ഫംഗ്ഷൻ ഒന്ന് എഴുതി വെച്ചാൽ കിട്ടും അല്ലേ? നമ്മുടെ ഈ പറയുന്ന എന്താണ്? നമ്മുടെ മെസ്സഞ്ചർ RNA എന്ത് പറ്റും? ഇതിനെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ റൈബോസോമിൽ കൊണ്ടുവരും. അവിടെ നിന്ന് എന്ത് പറ്റും? റൈബോസോം RNA ഉണ്ട്. ട്രാൻസ്ഫർ RNA അമിനോ ആസിഡ്സിനെ കൊണ്ടുവരും, അതിനെ ചേർത്ത് പ്രോട്ടീൻ ആക്കിയിട്ട് പുറത്തോട്ട് അയക്കും. അപ്പോൾ നമ്മുടെ എന്താണ്? mRNA എന്ന് പറയുന്നത് എന്തായിരിക്കും? മെസ്സഞ്ചർ RNA ആണ്. സീക്വൻസ് കോപ്പി ചെയ്ത് കൊണ്ടുവരും. tRNA എന്ത് പറ്റും? അമിനോ ആസിഡ്സിനെ കൊണ്ടുവരും. rRNA അതിനെ ജോയിൻ ചെയ്യും. 16ാമത്തെ ചോദ്യം. ഹൗ ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് മെയ്ഡ് പോസിബിൾ? ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ എയിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നമുക്കറിയാം നെർവ് ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അതെന്ത് പറ്റും? നമ്മുടെ ഈ പറയുന്ന പ്ലസ് ചാർജുകൾ അകത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ എന്ത് പറ്റും? ഒരു ഡീപോളറൈസേഷൻ കാരണം ഈ പറയുന്ന സോഡിയം അയോൺസ് എൻട്രി ചെയ്യും. അതെന്ത് പറ്റും? ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഈ പറയുന്ന ഇലക്ട്രിക്കൽ ചാർജുകളുടെ മൂവ്മെൻറ്റ് ആക്സോണിലൂടെ പോകുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെസ്സേജ് നടക്കുന്നു എന്ന് പറയുന്നത് അല്ലേ? അടുത്ത ഒബ്സർവ് ഇല്ലസ്ട്രേഷൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതെന്താണ്? ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സിനാപ്സ് ആണ് അല്ലേ? ഇതെന്താണ്? ഇത് സിനാപ്സിനെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് 2 നെർവുകൾ ചേരുന്ന ഭാഗം. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സിനാപ്റ്റിക് വെസിക്കിളാണ്. ഇതിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത്. ബി എന്ന് പറയുന്നത് നമ്മുടെ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെയാണ് കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ? അല്ലെ, വൺ സൈഡിൽ ഒരു ആക്സോണിൽ നിന്ന് അടുത്ത ഡെൻഡ്രൈറ്റിലോട്ടുള്ള ഈ പറയുന്ന മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പറയുന്ന മൂവ്മെൻറ്റിലൂടെയാണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ മാത്രമേ വെസിക്കിൾ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് എൻഷുർ ചെയ്യും അല്ലെ? വെസിക്കിളിൽ നിന്ന് അങ്ങോട്ടേ പോകത്തുള്ളൂ. ഇവിടെ റിസീവേഴ്സും ഉണ്ട്. 17ാമത്തെ ചോദ്യം. റൈറ്റ് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഡ്യൂറിങ് ദ പ്ലാന്റ് ഗ്രോത്ത്. ഏതൊക്കെ പ്ലാന്റ് ഈ പറയുന്ന ഫംഗ്ഷൻ? അതായത് ഒരു ചെടി സീഡിൽ നിന്ന് വളർന്ന് വലുതായി. അപ്പോൾ ഇവിടെയുള്ള ഗ്രോത്ത് സ്റ്റേജിലുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം അല്ലേ ഏതൊക്കെയുണ്ട്? നമ്മുടെ ഗിബ്ബർലിനുണ്ട്. ആദ്യം അബ്സിസിക് ആസിഡ് ഉണ്ട്, ഡോർമൻസി മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഗിബ്ബർലിൻ എന്ത് പറ്റും? സി ഡോർമൻസി ബ്രേക്ക് ചെയ്യും.
സൈറ്റോകൈൻ സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും, ആക്സോൺ ആൻഡ് ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യിക്കും. ഇത്രയും ഹോർമോൺസ് ഫംഗ്ഷൻസുമാണ് നിങ്ങളോട് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വരും, ഗിബർലിൻ, സൈറ്റോകൈൻ, ഓക്സിൻ, ഇവർ 3 പേരുടെയാണ് നമ്മൾ പ്രധാനമായിട്ടും എഴുതേണ്ടത്. ഓക്കെ, വേറെ ആരെങ്കിലും വരുന്നുണ്ട്? വേണമെങ്കിൽ അബ്സിസിക് ആസിഡും കൂടി നമുക്ക് എഴുതാം. കാരണം ഡോർമൻസി പിടിച്ചു നിർത്തിയത് അബ്സിസിക് ആസിഡ് അല്ലേ, അതുകൂടി വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഫംഗ്ഷൻസ് പിന്നെ അറിയാമല്ലോ, നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അടുത്ത് ഇമേജുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് പ്രധാനമായിട്ടും ഒന്നുകിൽ ന്യൂറോൺ അല്ലെങ്കിൽ ഇയർ, ഇത് 3 എന്നുള്ള ഒരു പടം ഉറപ്പായിട്ടും ലേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകും. അത് 3ഉം വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്, ഇത് മൈലിൻ ഷീറ്റ് ആണ്, ഡി എന്ന് പറയുന്നത് ആക്സോൺ ആണ്, ഇതെന്താണ്, ഇത് സിനാപ്റ്റിക് നോബാണ് അല്ലെ, സിനാപ്റ്റിക് നോബാണ് ഈ ബിയിൽ കാണുന്നത്. പാർട്സ് എ ബി സി ഡി മാർക്ക് ചെയ്യാൻ മനസ്സിലായി കാണുമല്ലോ. ഫംഗ്ഷൻസ് ഓഫ് സി ആൻഡ് ഡി, സിയുടെ ഫംഗ്ഷൻ എന്താണ്, മൈലിൻ ഷീറ്റ്, നമ്മുടെ മെസ്സേജുകളെ എന്താണ്, ഇതൊരു ഫാറ്റി മെറ്റീരിയലാണ്, ഇതുള്ളതിന് നമ്മൾ വൈറ്റ് ഏരിയ എന്ന് അല്ലെങ്കിൽ വൈറ്റ് മാറ്റർ എന്ന് പറയും. എന്താണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്, മെസ്സേജ് ഇമ്പൾസുകൾക്ക് ഈ പറയുന്ന എനർജി ലോസ് ഉണ്ടാകാതിരിക്കും, സ്മൂത്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് മൈലിൻ ഷീറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ആക്സോൺ ആണ്. ആക്സോൺ എന്ന് വെച്ചാൽ എന്താണ്, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന സെൽ ബോഡി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് ആക്സോൺ. ഈ ആക്സോണിൽ കൂടിയാണ് നമ്മുടെ ഇമ്പൾസുകൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അടുത്ത റീഡ്രോ ദ ഫിഗർ ആൻഡ് ലേബിൾ ദ ഡയഗ്രം അല്ലെ, കണ്ണിനകത്ത് ഫിഗർ വരച്ചിട്ട് താഴെ തന്നിരിക്കുന്ന പാർട്സ് റീഡ്രോ ദ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്സ് അക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചുള്ള പാർട്സ് മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്പാരന്റ് ആന്റിറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐ എന്ന് പറയുന്നത് ഇതാണ്, കോർണിയയാണ്. ചേംബർ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ദാറ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വസ് ഹ്യൂമർ ആണ്. പാർട്ട് ഓഫ് ദ റെറ്റിന വെയർ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആർ നോട്ട് സീൻ എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നെർവ്, ഐ, ഇയർ, ഇത് 3ഉം പഠിച്ചു വെച്ചു. ഇതിൽ നിന്നൊരു ഫിഗർ ആയിരിക്കും 90% പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തീർന്നു. കണ്ടോ, എത്ര സിമ്പിളാണ് നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ടേമിൽ നിന്ന് ലാമാർക്കിസം അല്ലെങ്കിൽ നമ്മുടെ എവല്യൂഷനിൽ നിന്നും പിന്നെ നമ്മുടെ നെർവിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇത്തവണത്തെ ടേമിൽ വന്നിട്ടുള്ളത്. 4 to 5 മാർക്ക് ചോദ്യങ്ങൾ മുന്നത്തെ ടേമിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, വന്നിട്ടുണ്ട്. സോ നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.